നമസ്കാരം. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവും തത്വചിന്തകനും സന്യാസിയുമായിരുന്നു ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, എല്ലാം ഒരു മനുഷ്യൻ മാത്രം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖമായി വരേണം എന്നുള്ളതുമായിരുന്നു ഗുരുവിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ. ശ്രീനാരായണ ഗുരു രചിച്ച ഒരു പ്രാർത്ഥനാ ഗീതമാണ് ദൈവദശകം. അദ്വൈത ദർശനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയ 10 ശ്ലോകങ്ങൾ ചേർന്നതാണ് ഈ കൃതി. ആലുവ അദ്വൈതാശ്രമത്തിൽ പ്രവർത്തിച്ചിരുന്ന സംസ്കൃത പാഠശാലയിലെ വിവിധ ജാതി മത വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്ക് ചൊല്ലുവാൻ വേണ്ടി 1914 ശ്രീനാരായണ ഗുരു ഈ കൃതി രചിക്കുന്നത്. ലളിതമായ ഭാഷയും എന്നാൽ അതിവിപുലമായ അർത്ഥതലങ്ങളുമുള്ള ഒരു കൃതിയാണ് ദൈവദശകം. നിഷ്കാമമായ പ്രാർത്ഥനയാണിത്. പരമകാരുണികനായ ദൈവത്തോടുള്ള പ്രാർത്ഥന. ദൈവമേ എന്ന ഏകസ്വരത്തിലാണ് ആരംഭം തന്നെ. പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെയോ പേരെടുത്തു പറയുന്നില്ല എന്ന് മാത്രമല്ല, മൂർത്തി സങ്കല്പത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ഒരു ദാർശനികത നമുക്ക് ഈ കൃതിയിലുടനീളം കാണാം. നീ എന്നും അങ്ങെന്നും ദൈവം എന്നും മാത്രമാണ് സംബോധന ചെയ്യുന്നത്. ദൈവദശകത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാം. ശ്ലോകം ഇപ്രകാരമാണ്: ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻപദം. ഇവിടെ ഈ ശ്ലോകത്തിൽ മനുഷ്യജീവിതത്തെ ഒരു കപ്പൽ യാത്രയോട് ഉപമിച്ചിരിക്കുന്നു. ഈ ജീവിതയാത്ര ഏറ്റവും സുഗമവും സുരക്ഷിതവും സുഖകരവുമായിരിക്കാൻ ഈശ്വരൻ തന്നെ കപ്പിത്താനായിരിക്കുന്ന കപ്പലിൽ അഭയം തേടുക എന്നതാണ്. നാവികൻ അല്ലെങ്കിൽ കപ്പിത്താൻ ഈശ്വരൻ തന്നെയാകുമ്പോൾ യാത്ര എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമായിരിക്കും. ഭവാബ്ധി എന്നാൽ സംസാര സാഗരം എന്നർത്ഥം. സംസാരം ഇഹലോക ജീവിതം. സംസരണം ജനന മരണ വൃത്തി. ജനന മരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് സംസാര സമുദ്രം എന്ന് പറയുന്നത് തന്നെ. യഥാർത്ഥത്തിൽ നാം ഈ സംസാര സാഗരത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ച സാഗരത്തിൽ അകപ്പെട്ടത് തന്നെ നമ്മുടെ മുജ്ജന്മ സുഹൃതം കൊണ്ട് മനുഷ്യനായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ടാണ്. ഈശ്വരൻ നമ്മെ കാത്തുകൊള്ളും എന്ന ഉറപ്പുണ്ടായ ആത്മവിശ്വാസത്തോടെ സത്യസന്ധമായി ജീവിക്കാൻ ഒരുവന് പ്രാപ്തിയുണ്ടാവും. അതായത് എല്ലാ ജീവിത ക്ലേശങ്ങളിലും ഭഗവാന്റെ തുണയുണ്ടായാൽ മാറിക്കിട്ടും. ഈ വിശ്വാസമാണ് ഒരു ഭക്തനുണ്ടാകേണ്ടത്. ഏതൊരു പ്രാർത്ഥനയും ആത്മവിശ്വാസം പ്രദാനം ചെയ്യുന്നതായിരിക്കണം. അല്ലയോ സൃഷ്ടാവേ, ഞങ്ങളെ കൈവിടാതെ കാത്തുകൊള്ളണേ. കാരണം ഈ സംസാര സാഗരത്തിൽപ്പെട്ട് ഉഴലുന്ന ഞങ്ങൾക്ക് ആശ്രയം ആ വലിയ ആവിക്കപ്പലാകുന്ന നിൻ്റെ തൃപ്പാദങ്ങൾ തന്നെയാണ്. അതിനെ നിയന്ത്രിക്കുന്ന നാവികൻ അങ്ങ് തന്നെ. പരമാത്മാവാകുന്ന തോണിയും ആ തോണിയിലെ നാവികനുമായ ദൈവത്തോട് ഈ ലോകത്തിലെ ചരാചരങ്ങളായ തങ്ങളെ കൈവിട്ട് കളയാതെ എപ്പോഴും കാത്തുകൊള്ളണമെന്നുള്ള അപേക്ഷയാണ് ദൈവദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.